ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഈ ഹെയർ വയൻ ഉണ്ടാക്കിയെടുത്താലോ? അതിന് നമുക്ക് കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ അലുമിനിയം വയറെല്ലാം എടുക്കാം കേട്ടോ. അതിൽ അലുമിനിയം വയർ എടുത്തിട്ട് ഞാൻ ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം ഇങ്ങനെ പിരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത്യാവശ്യം നീളത്തിൽ തന്നെ ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കാം കേട്ടോ. പിന്നീട് അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പിരിച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് കുറച്ച് വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ പിരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഹെയർ ആക്സസറീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണേ. അവളുടെ ഡ്രസ്സിന് ഒരുവിധം മാച്ച് ചെയ്യുന്ന കളറുകളാണ് ഞാൻ അതിൽ സെലക്ട് ചെയ്യണേ കേട്ടോ. നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ ഇതുപോലെ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടി. ഞാൻ അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പലതരം ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിൽ ക്രിസ്റ്റൽ ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്രിസ്റ്റൽ ബീഡ്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറിലുള്ള കുറച്ച് വലിപ്പമുള്ള ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ഞാൻ പിന്നീട് ഇതിൽ യൂസ് ചെയ്തേക്കണേ. ഞാൻ ഗ്രീൻ കളർ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഇടയിലായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഗ്രീൻ കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് സർദോസി വർക്കെല്ലാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡൻ വയേഴ്സാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്കിതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതും ടൈറ്റായിട്ട് നല്ല രീതിക്ക് ഇതുപോലെ പിരിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇതിൽ ഈ പിരിച്ചു കൊടുക്കാൻ തന്നെയാണ് കേട്ടോ പഠിക്കേണ്ടത്. അത് 2-3 ബീഡ്സ് എടുത്ത് ജസ്റ്റ് നമ്മൾ ടൈറ്റാക്കി പിടിച്ച് പിരിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ ചെയ്യുന്ന പോലെ 3 എണ്ണം ഒരുമിച്ചായിട്ടോ അല്ലെങ്കിൽ ഓരോന്നായിട്ടും പിരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ആദ്യം നമ്മൾ ആ 3 ക്രിസ്റ്റൽ ബീഡ്സ് ചെയ്തെടുത്ത പോലെ തന്നെ ഒരു കമ്പിയിൽ 3 എണ്ണം ആക്കിയിട്ടാണ് ഇട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 3 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പിരിച്ച് 3 എണ്ണം ഒരുമിച്ചിട്ടിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊരു ഫ്ലവർ പോലെ കിട്ടേ 3 എണ്ണം. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പിരിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടേ. ഇതേപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2 എൻഡിലായിട്ട് വെക്കാൻ വേണ്ടി 2 എണ്ണം സെയിം ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേറെ മോഡൽസും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഞാൻ 2 എണ്ണം സെയിം ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ മോഡൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ക്രിസ്റ്റൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. മുന്നേ ചെയ്തതുപോലെ മുകളിൽ 3 ബീഡ്സ് ആക്കിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗോൾഡൻ ബീഡ്സ് 3 എണ്ണം ഇതുപോലെ ഇട്ടിട്ട് അതും പിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് 2 സൈഡിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്രീൻ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ പിന്നെ എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പല പാറ്റേൺസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് മൊത്തം നമുക്ക് ഒരു വയനായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണേ. പിന്നെ ഈ ലൈറ്റ് കളർ ബീഡ്സും കൂടി എടുത്ത് ഇതുപോലെ 4 എണ്ണം ഒരുമിച്ചിട്ടിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 2 സൈഡിലും ഒരുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ടൈറ്റായി തന്നെ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ മുന്നേ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ ബീഡ്സ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള അത്ര ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ക്രിസ്റ്റൽ ബീഡും അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് 2 ഗോൾഡൻ ബീഡും ഇട്ട് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗോൾഡൻ ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണം വെച്ചിട്ട് അതുപോലത്തെ ഞാനൊരു 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോങ് വെയിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ലോങ് ആയിട്ടൊരു വയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഇതിലോരോ പാറ്റേൺസും എടുത്ത് ഇതുപോലെ ടൈറ്റാക്കി പിരിച്ചു കൊടുക്കണം കേട്ടോ. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ടൈറ്റാക്കി തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ എഡ്ജസ് നിൽക്കുന്നത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ.
ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ച എല്ലാ പാറ്റേൺസും എടുത്തിട്ട് കറക്റ്റായിട്ടുള്ളൊരു പാറ്റേണിലല്ല കേട്ടോ ചെയ്യണത്. അവിടെ ഇവിടെയായിട്ട് ഓരോന്നിങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ല രീതിക്ക് ഫില്ലാവുന്ന പോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഇങ്ങനെ പിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജസ് വരുന്നതെല്ലാം നല്ല രീതിക്ക് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. അതിൽ വരുന്ന വലിയ പാറ്റേൺസും ചെറിയ പാറ്റേൺസും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കൊടുക്കണേ. ഒരു ചെറിയ പാറ്റേൺ വയ്ക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ പാറ്റേൺ, അങ്ങനെ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ തന്നെ വെച്ചതിന് ശേഷം അതിൻ്റെ ലാസ്റ്റുള്ളത് ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി നിൽക്കുന്ന വയറ് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻഡ് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. തലയിലൊന്നും തട്ടി മുറിയാത്ത രീതിയിൽ നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അത് പിന്നെ അങ്ങനെ പൊന്തി പോരുമൊന്നും ചെയ്യില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാതും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ഡയറക്ഷനിലേക്ക് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു ഡയറക്ഷനിലേക്കല്ല ആക്കി കൊടുത്തത്. അതെല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് 2 ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ മോളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.